ഹായ് ഡിയർ. നമ്മളിന്ന് നോക്കുന്നത്, നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് പണമായിട്ടോ മറ്റെന്തെങ്കിലും ആയിട്ടോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഉടനെ കൊടുത്തു തീർക്കേണ്ട ആവശ്യമുണ്ടോ, അതോ പതിയെ നിങ്ങളുടെ കയ്യിൽ കാശൊക്കെ വന്ന ശേഷം കൊടുത്താൽ മതിയോ എന്നുള്ളതാണ്. ഓക്കെ, ഉടനെ ചിലപ്പോൾ കൊടുക്കാൻ കയ്യിൽ കാശുണ്ടാകില്ല, എന്നാലും നമ്മൾ വിചാരിച്ചാൽ ചിലപ്പോൾ റോൾ ചെയ്തിട്ടാണെങ്കിലും കൊടുക്കാൻ പറ്റിയേക്കും എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഈ റീഡിങ് നോക്കുന്നത്. ഓക്കെ ഡിയർ, അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഹീലിംഗ് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ ഒരു ഹീലിംഗ് അനദർ ലെവലിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഇങ്ങനെ ഉള്ളിൽ അതൊരു എന്താ പറയുക, ഒരു പെയിൻ പോലെയോ കുറ്റബോധം പോലെയോ ഒക്കെ ഉണ്ട്. അത് ഒരു റീസണാണ്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയും കരുതുന്നുണ്ടാകാം, ഇവർക്ക് എനിക്ക് തരാൻ മാത്രം കാശില്ലയോ എന്ന് കരുതുന്നുണ്ടാകാം. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു തോട്ട്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെയും നിങ്ങളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. നിങ്ങൾ കഴിയുന്നത്രയും പെട്ടെന്ന് നിങ്ങളാലാകും വിധം അത് കൊടുത്തു തീർക്കാനായിട്ട്, കുറേശ്ശെയാണെങ്കിലും കൊടുത്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ ആ ഒരു വ്യക്തിക്കും നിങ്ങൾക്കും ഒരു ഹീലിംഗ് ആണ്. നിങ്ങൾക്കത് കൊടുത്തു തീർക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു മനസ്സിനൊരു സമാധാനം, അവർക്കും അത് കിട്ടുമ്പോൾ അവർക്കും അതൊരു സന്തോഷം അല്ലേ. അതുപോലെ നിങ്ങൾ കൊടുക്കാതിരുന്നാൽ അതവിടെ ഒരു നീതികേട് പോലെ തന്നെയാണ്. നിങ്ങളാലാകും വിധം നിങ്ങളത് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുക. നിങ്ങളത് താമസിക്കും തോറും അതവിടെ ഒരു നീതികേട് തന്നെയാണ്. നിങ്ങളോടും ചെയ്യുന്നൊരു നീതികേടാണ്. കുറേശ്ശെങ്കിലും കൊടുത്തു തീർക്കാമായിരുന്നു എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആ ഒരു വ്യക്തിയോട്, നിങ്ങളെ ആവശ്യത്തിന് സഹായിച്ചൊരു വ്യക്തിയാണല്ലോ, അപ്പോൾ മാക്സിമം നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക. നമ്മൾ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ധനം കണ്ടെത്താറുണ്ടല്ലോ, അതുപോലെ ഒന്ന് കണ്ടെത്തുക. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അത് കൊടുത്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഫസ്റ്റ് മറ്റൊരു ലെവലിലേക്കുള്ളൊരു ഹീലിങ്ങിൻ്റെയും കൂടി ഒരു തുടക്കം ഇത് നിങ്ങൾ ഈ ഒരു ക്യാഷ് കൊടുത്ത് തീർക്കുന്നതിലൂടെ സംഭവിക്കും. എന്തെങ്കിലും കാര്യങ്ങളിൽ ചിലപ്പോൾ ഇതൊരു ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്നുണ്ടാകും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ തോട്ട്സ് ആയിരിക്കും, ഇത് കൊടുത്ത് തീർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു തോട്ട്സ്. നിങ്ങൾക്ക് മറ്റ് കടബാധ്യതകളും പെരുകാനായിട്ടും ഇതൊരു റീസണും ആകുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളാലാകും വിധം നിങ്ങളതൊന്ന് കൊടുത്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. അവർക്ക് മനസ്സിലാകുമെങ്കിൽ, ഒരു വ്യക്തിയാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലാകും വിധം ഞാനത് തന്നു തീർക്കാമെന്നുള്ള രീതിക്ക്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസണേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.